നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മേലിൽ ഇതുപോലുള്ള അഹങ്കാരം ഇവിടെ കാണിക്കരുത്. മര്യാദയ്ക്ക് വന്നിരുന്ന് കഴിക്കേ. കഴിക്കേ. അച്ഛാ, ഇവളോട് പ്ലേറ്റ് എടുത്ത് അടുക്കളയിലെങ്ങാനും പോയിരുന്ന് കഴിക്കാൻ പറ. എനിക്കിതൊക്കെ പേടിയാ. ഈ ഇരിക്കുന്ന ഇരിപ്പിൽ ഏട്ടത്തി ബോധം കെട്ട് താഴെ വീണുപോയാ എന്ത് ചെയ്യും? മനുഷ്യന്റെ കാര്യല്ലേ, അടുത്ത നിമിഷം എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ. ചേച്ചി കുറച്ചും കൂടി മര്യാദയ്ക്ക് സംസാരിക്കണം. ചിക്കൻ ബോക്സ് പിടിച്ച ഒരാളെ നോക്കുന്നതേ അത്ര ചെറിയ കാര്യമൊന്നും അല്ല. അവരെ ബഹുമാനിക്കുകയാണ് വേണ്ടത്, അല്ലാതെ ഇങ്ങനെ പരസ്യമായിട്ട് അപമാനിക്കലല്ല. ചേച്ചി സ്നേഹയുടെ മൂത്ത ഏട്ടത്തിയാണല്ലോ, എന്നിട്ട് ഇതുവരെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയോ? നിങ്ങൾ രണ്ടുപേരും എന്റെ അടുത്ത് വഴക്കിന് വരണ്ട. ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്ന് അച്ഛനും ഇവിടെ പറയട്ടെ. അവന്തികെ, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. മോളിതൊന്നും കാര്യമാക്കണ്ട. സമാധാനത്തോടെ ആഹാരം കഴിക്കേ. അച്ഛൻ ഇങ്ങനെ എല്ലാത്തിനും ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന എന്തിനാ? ഞാൻ ന്യായമായ ഒരു കാര്യമാണ് പറഞ്ഞത്. ഇതൊരു പകർച്ചവ്യാധിയാ. അസുഖം വന്നവരെ നോക്കുന്ന ആരായാലും അവരുടെ ശരീരത്തും കയ്യിലും കാലിലും ഒക്കെ രോഗാണുക്കൾ കാണും. എന്നിട്ട് ഇവിടെ വന്ന് എല്ലാവരുടെയും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഇവക്കെന്താ ഭ്രാന്തുണ്ടോ? അല്ല, എന്താ നീയൊന്നും പറയട്ടെ? ഇങ്ങനെ കണ്ണും തുറച്ച് നോക്കിയിരിക്കാതെ ഒന്ന് എഴുന്നേറ്റ് പോ. ഇല്ലെങ്കിൽ ഞാനിത് കഴിക്കുന്നില്ല. എനിക്ക് പേടിയാ. അതല്ല, ഇവിടെ ആരും ആഹാരം കഴിക്കാതിരിക്കുന്നത് നിനക്ക് ഇഷ്ടമെങ്കിൽ നിന്റെ ആഗ്രഹം നടക്കട്ടെ. ആർക്കും രോഗം പകരണമെന്ന് കരുതി ഞാൻ മനഃപൂർവ്വം വന്നിരുന്നതൊന്നുമല്ല. എല്ലാ ദിവസവും ഒരുമിച്ച് കഴിക്കാനിരിക്കുന്നത് പോലെ വന്നിരുന്നു പോയി. സോറി, ഞാൻ പൊയ്ക്കോളാം. ചേച്ചി, ഇവരെന്തെങ്കിലും ഭ്രാന്ത് പറഞ്ഞു എന്ന് കരുതി ഏട്ടത്തി എന്തിനാ എഴുന്നേറ്റ് പോകുന്നേ? ഇവിടെ ഇരുന്ന് കഴിച്ചാ മതി. ഇനി ഞങ്ങൾക്ക് ആർക്കെങ്കിലും രോഗം പകരുന്നെങ്കിൽ അങ്ങ് പകർന്നോട്ടെ. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. അപ്പോ എനിക്ക് രോഗം വരണമെന്നാണോ നിങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പ്? ചേച്ചിയുടെ മനസ്സിലിരിപ്പ് ഇതൊക്കെയാണെങ്കിൽ ഉറപ്പായിട്ടും അസുഖം വരും. ദേ, അനാവശ്യം പറയരുത്. എന്റെ പേരിൽ നിങ്ങൾ ആരും വഴക്കിടണ്ട. ആഹാരം കഴിക്കാൻ ഡൈനിങ് ടേബിളിൽ തന്നെ വേണമെന്നൊന്നുമില്ല. അടുക്കളയിൽ നിലത്തിരുന്നാലും കഴിക്കാവുന്നതേ ഉള്ളൂ. അവന്തികെ, നീ കാണിച്ച കുറച്ച് കടുത്തുപോയി. ഈ ഭക്ഷണം ഞാൻ എങ്ങനെ കഴിക്കും? അർച്ചന എന്റെ ഒപ്പം വന്നിരുന്നതല്ലേ. ഇവിടെ രോഗാണുക്കളൊക്കെ കാണും. ചൂടുവെള്ളത്തിലും ഈ പാത്രങ്ങളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടല്ലാതെ ഞാൻ ഇനി ആഹാരം കഴിക്കില്ല. അവന്തികെ, കഴിക്കുന്നില്ലെങ്കിൽ നീ കഴിക്കണ്ട. ആഹാരം വേണ്ടെങ്കിൽ അത് വേസ്റ്റ് ബോക്സിൽ കളഞ്ഞേക്ക്. പക്ഷേ നീ നീക്കി വെച്ച ഈ പാത്രം അതെടുത്ത് കഴുകി വെച്ചിട്ട് വേണം പോവാൻ. അങ്ങനെ വെറുതെ ആഹാരം എടുത്ത് കളയാനൊന്നും പറ്റില്ല. ഞങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാ. ചേച്ചി ഇത് കഴിച്ചിട്ട് പാത്രം കഴുകി വെച്ചിട്ട് പോയാ മതി. അല്ലാതെ ഞങ്ങൾ ചേച്ചിയുടെ പാത്രം എടുത്ത് കഴുകി വെക്കുമെന്ന് വിചാരിക്കണ്ട. ഇവിടെ ആരും ആരുടെയും ജോലിക്കാരൊന്നും അല്ല. ആഹാരത്തിന് മുമ്പിൽ
അഹങ്കാരവും നിഷേധവും കാണിക്കരുത്. ദൈവം പോലും അത് പൊറുക്കില്ല. ഇന്ന് നമുക്ക് കഴിക്കാൻ ഈ മേശമേൽ നിറയെ ഭക്ഷണമുണ്ട്. പക്ഷേ നാളെ ഒരു ദിവസം അങ്ങനെ ആവണമെന്നില്ല. വിശപ്പടക്കാൻ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി ചിലപ്പോ കെഞ്ചേണ്ടി വരും. അത് ഓർമ്മ വേണം. നിനക്ക് ഓർമ്മയുണ്ടല്ലോ, പലപ്പോഴും അർച്ചനയോടുള്ള സ്നേഹയുടെ പെരുമാറ്റം വളരെ മോശമായിരുന്നു. പലതവണ നീ അതിന് അവൾക്ക് കൂട്ടുനിന്നിട്ടുമുണ്ട്. എന്നിട്ടും അവൾക്കൊരു വയ്യായിക വന്നപ്പോ അർച്ചന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൾക്ക്. ഇവര് നേരത്തെ നിന്നോട് ചോദിച്ചല്ലോ, നീ അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയോന്ന്. അവധിയെ, കുടുംബസ്നേഹവും സഹോദര സ്നേഹവും നീ അർച്ചനയിൽ നിന്ന് കണ്ടു പഠിക്കണം. മേലിൽ ഇതുപോലുള്ള അഹങ്കാരം ഇവിടെ കാണിക്കരുത്. മര്യാദയ്ക്ക് വന്നിരുന്ന് കഴിക്കേ. അച്ഛാ, കഴിക്കേ. നിങ്ങളോട് പോന്നു. ഞങ്ങൾക്ക് അച്ചു ചേച്ചിയുടെ അടുത്ത് പോയിരുന്ന് കഴിക്കുന്ന സുഖം. വാനക്കെ പോവാം. നിങ്ങൾക്ക് പേടിയൊന്നുമില്ലേ? ഞങ്ങൾ എന്തിനാ പേടിക്കുന്നത്? എനിക്ക് ചിക്കൻ ബോക്സ് വരുവാണെങ്കിൽ ഞാൻ അതങ്ങ് സഹിച്ചു. എന്റെ ചേച്ചിക്ക് മര്യാദ എന്ന് പറയുന്ന സാധനം തീരെയില്ല. ആരോടെ എപ്പ എങ്ങനെ പെരുമാറണമെന്നൊന്നും അറിയില്ല. ചേച്ചി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. അച്ഛൻ അവർക്ക് ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട്. അവര് പറഞ്ഞതിലും കാര്യമുണ്ട്. ഞാനത് സൂക്ഷിക്കേണ്ടതായിരുന്നു. എന്ത് കാര്യം? ചിക്കൻ ബോക്സ് വന്ന പേഷ്യന്റിനെ നോക്കുന്നവരോടൊപ്പം ഇരുന്ന് ഫുഡ് കഴിക്കാൻ ആരായാലും ഒന്ന് പേടിക്കും. ഫുഡ് കഴിക്കാൻ ഞാൻ അവിടെ വന്നിരിക്കാൻ പാടില്ലായിരുന്നു. പണ്ടത്തെ കാലത്ത് ചിക്കൻ ബോക്സ് മാറാരോഗമായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇന്ന് അങ്ങനെയല്ലല്ലോ. ഇത് അത്ര വലിയ രോഗമൊന്നും അല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.